പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ആമീൻ. തേജസ്കരണ കാലത്തെ ഒന്നാം ഞായർ മാർ ഹിപ്പോളിറ്റസിൻ്റെയും വിശുദ്ധ ജോൺ ബെർക്കുമെൻസിൻ്റെയും തിരുനാൾ ദിനം 15-ാം തീയതി ചൊവ്വാഴ്ച 15 ദിവസങ്ങൾ നീണ്ടുനിന്ന നോമ്പ് വീടുകയാണ്. വ്രതശുദ്ധിയോട് നോമ്പ് അനുഷ്ഠിച്ച ദൈവജനം ശൂനോയോ പെരുന്നാളിൽ വിശുദ്ധ ദൈവമാതാവിൻ്റെ സ്വർഗാരോപണ തിരുനാളിൽ പങ്കെടുത്ത് അനുഗ്രഹം പ്രാപിക്കുന്നതിനായി വിശുദ്ധ ബലിപീഠത്തെ സമീപിക്കുന്ന മനോഹരമായ വിശ്വാസ കാഴ്ച. ഇന്ന് തിരുസഭ വിചിന്തനത്തിനായി നൽകുന്ന തിരുവചന ഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം 28 മുതൽ 32 വരെയുള്ള തിരുവചനങ്ങളാണ്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു. അവൻ ഒന്നാമൻ്റെ അടുത്തു ചെന്ന് പറഞ്ഞു, മകനെ, പോയി ഇന്ന് മുന്തിരിത്തോട്ടത്തിൽ ജോലി ചെയ്യുക. ഞാൻ പോകാമെന്ന് അവൻ പറഞ്ഞു, എങ്കിലും പോയില്ല. അവൻ രണ്ടാമൻ്റെ അടുത്തു ചെന്ന് ഇതുതന്നെ പറഞ്ഞു. അവനാകട്ടെ, എനിക്ക് മനസ്സില്ല എന്ന് പറഞ്ഞു. എങ്കിലും പിന്നീട് പശ്ചാത്തപിച്ച് അവൻ പോയി. ഈ 2 പേരിൽ ആരാണ് പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റിയത്? അവർ പറഞ്ഞു, രണ്ടാമൻ. യേശു പറഞ്ഞു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ചുങ്കക്കാരും വേശ്യകളുമായിരിക്കും നിങ്ങൾക്ക് മുൻപേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. എന്തെന്നാൽ യോഹന്നാൻ നീതിയുടെ മാർഗത്തിലൂടെ നിങ്ങളെ സമീപിച്ചു, നിങ്ങൾ അവനിൽ വിശ്വസിച്ചില്ല. എന്നാൽ ചുങ്കക്കാരും വേശ്യകളും അവനിൽ വിശ്വസിച്ചു. നിങ്ങളത് കണ്ടിട്ടും അവനിൽ വിശ്വസിക്കത്തക്ക വിധം അനുതപിച്ചില്ല. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാരിക്കുമോ. 2 പുത്രന്മാരുടെ ഉപമ എന്നറിയപ്പെടുന്ന ഈ സുവിശേഷ ഭാഗം 2 മക്കളുടെ വൈരുദ്ധ്യമാർന്ന പെരുമാറ്റ ശൈലി കൊണ്ട് ശ്രദ്ധേയമാണ്. സ്വർഗരാജ്യം തങ്ങളുടെ സ്വന്തമെന്ന് കരുതിയിരുന്ന യഹൂദ മത നേതൃത്വത്തിനെതിരെയുള്ള വിധി പ്രസ്താവനയാണ് ഈ സുവിശേഷ ഭാഗം. നിങ്ങൾക്ക് എന്തു തോന്നുന്നു എന്ന ചോദ്യത്തോടെ യേശു ചുറ്റിനും കൂടിയവരുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ഒരു മനുഷ്യൻ്റെ 2 മക്കൾ പുലർത്തുന്ന പെരുമാറ്റ ശൈലിയാണ് അവതരണ പ്രമേയം. മകനെ എന്ന് പുത്രനെ അഭിസംബോധന ചെയ്യുന്ന ഈ മനുഷ്യൻ വാത്സല്യനിധിയായ ഒരു പിതാവാണ്. മാതാപിതാക്കളെ സന്തോഷിപ്പിക്കുന്നത് മക്കളുടെ അനുസരണമാണ്. അനുസരണം അനുഗ്രഹമായി തീരുന്ന ഒരു ദൈവീക പുണ്യമാണ്. പിതാവ് 2 മക്കളിൽ ഒന്നാമനോട് കൽപ്പിക്കുന്നത്, പോയി ഇന്ന് മുന്തിരിത്തോട്ടത്തിൽ ജോലി ചെയ്യുക എന്നാണ്. മുന്തിരിത്തോട്ട ജോലി ദൈവരാജ്യ ശുശ്രൂഷയുടെ പ്രതീകമാണ്. മുന്തിരിത്തോട്ടം ഇസ്രായേലിനെയും പുതിയ നിയമത്തിൽ തിരുസഭയെയും സൂചിപ്പിക്കുന്നു. ഇസ്രായേൽ യാവയുടെ മുന്തിരിച്ചെടിയാണ്. പഴയ നിയമത്തിൽ മുന്തിരിച്ചെടി ഇസ്രായേലിൻ്റെ പ്രതീകമാണ്. ജെറമിയ 2-ാം അധ്യായം 21-ാം തിരുവചനം, ഇസ്രായേൽ ഒരു കാട്ടുമുന്തിരിച്ചെടിയായി തീർന്നിരിക്കുന്നുവെന്ന് പ്രവാചകൻ കുറ്റപ്പെടുത്തുന്നുണ്ട്. സങ്കീർത്തനം 80-ാം സങ്കീർത്തനം 8 മുതൽ 13 വരെയുള്ള തിരുവചനങ്ങളിൽ ദൈവം ഇസ്രായേൽ എന്ന മുന്തിരിച്ചെടിയിൽ നിന്ന് ഫലങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്ന് നമുക്ക് കാണാം. പുതിയ നിയമത്തിൽ 2 പ്രാവശ്യം മുന്തിരിത്തോട്ടത്തിലെ ജോലിക്കാരെ കുറിച്ച് യേശു പരാമർശിക്കുന്നു. ഒന്ന് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം 1 മുതൽ 16 വരെയുള്ള തിരുവചനങ്ങളിലാണ്. ഇവിടെ മുന്തിരിത്തോട്ടത്തിലെ ജോലിക്കാർ എന്ന ഉപമ ദൈവ കൃപ എല്ലാവർക്കും ഒരുപോലെ നൽകപ്പെടുന്നതിനെ വിശദീകരിക്കുന്നു. 2 മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം 28 മുതൽ
32 വരെയുള്ള തിരുവചനങ്ങളാണ്. 2 പുത്രന്മാരുടെ ഉപമ യഥാർത്ഥ അനുസരണമെന്തെന്ന് ഇത് വ്യക്തമാക്കുന്നു. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങളിൽ മുന്തിരിത്തോട്ടത്തിലെ കൃഷിക്കാരുടെ ഉപമ. ഇവിടെ അവിശ്വസ്തരായ കൃഷിക്കാരിൽ നിന്ന് മുന്തിരിത്തോപ്പ് പിടിച്ചെടുത്ത് വേറെ ആളുകളെ ഏൽപ്പിക്കുമെന്ന് യേശു പറയുന്നു. പുറപ്പാടിൻ്റെ പുസ്തകം 15-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങൾ. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങൾ. മുന്തിരിച്ചെടിയും ശാഖകളും. ഇവിടെ യേശുവിനെ യഥാർത്ഥ മുന്തിരിച്ചെടിയായി ചിത്രീകരിച്ചിരിക്കുന്നു. ഇസ്രായേലിൻ്റെ ന്യായവിധിയെ സൂചിപ്പിക്കുന്ന 3 ഉപമകൾ ഇവിടെ നൽകപ്പെട്ടിരിക്കുന്നു. 1, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം 28 മുതൽ 32 വരെയുള്ള തിരുവചനങ്ങൾ. 2 പുത്രന്മാരുടെ ഉപമ. 2, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം 33 മുതൽ 46 വരെയുള്ള തിരുവചനങ്ങൾ. മുന്തിരിത്തോട്ടത്തിലെ കൃഷിക്കാരുടെ ഉപമ. 3, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള തിരുവചനങ്ങൾ. വിവാഹ വിരുന്നിൻ്റെ ഉപമ. ഇസ്രായേലിൻ്റെ ന്യായവിധിയെ സൂചിപ്പിക്കുന്ന ഈ 3 ഉപമകളിൽ ആദ്യത്തേതാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം. ഈ 2 പുത്രന്മാരുടെ ഉപമ വിശുദ്ധ മത്തായി സുവിശേഷത്തിൽ മാത്രമേ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. സംസാരവും പ്രവൃത്തിയും, വാക്കും പ്രവൃത്തിയും തമ്മിലുള്ള വ്യത്യാസമാണ് ഇവിടുത്തെ പ്രതിപാദ്യ വിഷയം. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 21-ാം തിരുവചനം. കർത്താവേ കർത്താവേ എന്ന് എന്നോട് വിളിച്ചപേക്ഷിക്കുന്നവനല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. 1-ാമൻ ഞാൻ മുന്തിരിത്തോട്ടത്തിലേക്ക് പോകാമെന്ന് സൗമ്യമായി മറുപടി പറഞ്ഞു, എങ്കിലും പോയില്ല. അനുസരണം, ഒബീഡിയൻസ് എന്നതിന് പഴയ നിയമത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ഹീബ്രു വാക്ക് ക്ഷമ എന്നാണ്. അർത്ഥം ശ്രവിക്കുക. ശ്രവിക്കുന്നത് മനസ്സിലാക്കണമെങ്കിൽ ശ്രോതാവ് വിശ്വാസത്തോടെ ദൈവത്തിൻ്റെ വചനത്തോടും പ്രവർത്തികളോടും പ്രതികരിക്കേണ്ടിയിരിക്കുന്നു. ഈ ശ്രവണം അഥവാ പ്രതികരണം ദൈവഹിതം നിറവേറ്റാൻ ദൈവിക പദ്ധതിയോടുള്ള വിശ്വസ്തതാപൂർവ സഹകരണമാണ്. വിശ്വാസം ദൃശ്യമാകുന്നത് പ്രവർത്തികളിലൂടെയാണ്. ദൈവിക ശ്രവണം വിശ്വാസവും വിശ്വസ്തയോടെയുള്ള മറുപടിയും ആവശ്യപ്പെടുന്നു. വിശുദ്ധ ബൈബിൾ ദൈവത്തെ ശ്രവിച്ചതിൻ്റെയും ശ്രവിക്കാതിരുന്നതിൻ്റെയും ചരിത്രമാണ്. ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന പ്രബോധനം ചെവി കൊണ്ട് വെറുതെ കേട്ടാൽ പോരാ, ആന്തരികമായി ശ്രവിക്കുകൂടി വേണം എന്ന ആഹ്വാനമാണ്. യേശുവിൽ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുന്നവൻ യേശുവിൻ്റെ വാക്കുകൾ ശ്രവിക്കുകയും അനുസരിക്കുകയും ചെയ്യും. ശ്രവണവും അനുസരണവും സുവിശേഷ ദൗത്യത്തെ, ദൈവരാജ്യ ശുശ്രൂഷയെ വിധേയത്വത്തോടെ സ്വീകരിക്കുന്നതിനെ സൂചിപ്പിക്കുന്നു. യേശുവിൽ വിശ്വസിക്കുന്നവൻ അവിടുത്തെ അനുസരണത്തിൻ്റെ ഫലത്തിൽ പങ്കുപറ്റുന്നു. അനുസരണക്കേട് അഥവാ വിധേയത്വമില്ലായ്മ ഒരേ സമയം വിശ്വാസരാഹിത്യവും അധാർമിക പ്രവർത്തനവുമാണ്. 1-ാമൻ പിതാവിൻ്റെ വചനം ശ്രവിച്ചു, പ്രത്യുത്തരിച്ചു, എങ്കിലും പ്രവർത്തിച്ചില്ല, അനുസരിച്ചില്ല. പോകാമെന്ന് പറഞ്ഞു, എങ്കിലും പോയില്ല. അനുസരണക്കേട് അധികാരികളിലും മാതാപിതാക്കളിലും അതൃപ്തിയും അകൽച്ചയും മുറിവും സൃഷ്ടിക്കുന്നു. അനുസരണക്കേട് മക്കളിൽ ദൈവകൃപ ഇല്ലാതാക്കുന്നു. അനുഗ്രഹത്തിൻ്റെയും
സംരക്ഷണത്തിൻ്റെയും വളർച്ചയുടെയും വഴികൾ അടയ്ക്കുന്നു. പിന്നീട് പിതാവ് ഒന്നാമനോട് ഒന്നും പറയുന്നില്ല. രണ്ടാമൻ്റെ അടുത്ത് ചെന്ന് ഇന്ന് മുന്തിരിത്തോട്ടത്തിൽ പോയി ജോലി ചെയ്യുക എന്നാവശ്യപ്പെടുന്നു. ഒന്നാമനോടും രണ്ടാമനോടും ആവശ്യപ്പെടുന്നത് ഒരേ കാര്യം. പൊടുന്നനെ രണ്ടാമൻ പറഞ്ഞു, എനിക്ക് മനസ്സില്ല. ഇത് അപക്വതയുടെയും അനൗചിത്യത്തിൻ്റെയും വാക്കാണ്. ബഹുമാനം കലരാത്ത പ്രതികരണം. ദൈവത്തെ ശ്രവിക്കാതിരിക്കുക അനുസരണക്കേടാണ്. ദൈവത്തിൻ്റെ പദ്ധതിയോട് മറുതലിക്കുക അനാദരവാണ്. ഗലാത്യക്കാർക്കുള്ള ലേഖനം 5-ാം അധ്യായം 22-ാം തിരുവചനം. അനുസരണം അഥവാ വിശ്വസ്തത ആത്മാവിൻ്റെ ദാനമാണ്. യേശുക്രിസ്തുവിലൂടെ ലഭിക്കുന്ന നീതിയുടെ ഫലമാണ്. യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം 27-ാം തിരുവചനം. എൻ്റെ ആടുകൾ എൻ്റെ സ്വരം ശ്രവിക്കുന്നു. ക്ഷമ. റോമാക്കാർക്കുള്ള ലേഖനം 6-ാം അധ്യായം 16-ാം തിരുവചനം. നീതിയിലേക്ക് നയിക്കുന്ന അനുസരണത്തിൻ്റെ അടിമകളാണ് നാം. ദൈവത്തിൻ്റെ വചനത്തോട് വിശ്വസ്തയോടെ സഹകരിക്കാനുള്ള ആഹ്വാനമാണ് പ്രവാചകന്മാർ നൽകുന്നത്. വചനം ശ്രവിക്കുന്നവരിൽ ഉണ്ടാകേണ്ടത് അനുതാപവും ദൈവരാജ്യ സുവിശേഷത്തിലുള്ള വിശ്വാസവും ദൈവരാജ്യ ദൗത്യ നിർവഹണവുമാണ്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 2-ാം അധ്യായം 22-ാം തിരുവചനം. പത്രോസ് പ്രസംഗിച്ചു, ഇസ്രായേൽക്കാരേ, ഈ വാക്കുകൾ ശ്രവിക്കുവീൻ. ക്ഷമ. അപ്പോസ്തല പ്രവർത്തനം 2-ാം അധ്യായം 30-ാം തിരുവചനം. കുരിശിൽ തറച്ച യേശുവിനെ ദൈവം കർത്താവും ക്രിസ്തുവുമായി ഉയർത്തി. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 6-ാം അധ്യായം 7-ാം തിരുവചനം. അവിടുത്തെ ശ്രവിക്കണമെങ്കിൽ അനുദപിച്ച് വിശ്വസിക്കണം. ശ്രവണം അഥവാ അനുസരണം എന്നത് സുവിശേഷത്തെ വിധേയത്വത്തോടെ സ്വീകരിക്കുന്നതാണ്. ഒന്നാമനിൽ ശ്രവണം അനുതാപവും മാനസാന്തരവും ഉളവാക്കുന്നില്ല. ആയതിനാൽ ദൈവരാജ്യ ദൗത്യ നിർവഹണത്തിൽ അവൻ പരാജയപ്പെടുന്നു. അനുസരണമില്ലാത്തവനെ ദൈവകൃപ സ്പർശിക്കുന്നില്ല. അനുസരണമില്ലാത്തവൻ പിതൃഭവനത്തിൽ നിന്നും പിതാവിൽ നിന്നും അന്യനാണ്. മുന്തിരിത്തോട്ടത്തിലെ ജോലി സ്വർഗരാജ്യത്തിൻ്റെ വേലയാണ്. ദൈവവിചാരം അനുസരണമില്ലാത്ത കരങ്ങൾക്ക് വഴങ്ങുകയില്ല. പിതൃസ്വരം ശ്രവിച്ചെങ്കിലും അനുസരിക്കാത്തവൻ ദൈവരാജ്യത്തിന് അന്യനാണ്. അനുതാപമില്ലാത്ത ഹൃദയം അനുസരണമില്ലാത്ത കഠിന ഹൃദയം സൃഷ്ടിക്കും. കഠിന ഹൃദയ ദൈവരാജ്യത്തിൽ നിന്ന് ബഹിഷ്കൃതരാകും. മുന്തിരിത്തോട്ടത്തിലെ ജോലി ദൈവരാജ്യ ശുശ്രൂഷയുടെ സമയം ഇന്ന് ഇപ്പോൾ ആണ്. അനുതാപം നാളെ നാളെ നീളെ നീളെ എന്ന് നീട്ടിവെക്കാനാവില്ല. മുന്തിരിത്തോട്ടത്തിൽ ജോലിക്കായുള്ള വിളി ദൈവവിളിയാണ്. വിവിധ ജീവിതാന്തസ്സിലൂടെ ദൈവരാജ്യ ശുശ്രൂഷയ്ക്കുള്ള വിളി. വിളിച്ചവൻ വിശ്വസ്തനാകയാൽ ദൗത്യ നിർവഹണം വൈകിപ്പിക്കരുത്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 1-ാം അധ്യായം 7-ാം തിരുവചനം. രക്ഷയുടെ സമയം പിതാവ് സ്വന്തം അധികാരത്താൽ നിശ്ചയിച്ചുറപ്പിച്ചിട്ടുള്ളതാണ്. സമയത്തിനു മേൽ അധികാരമുള്ളത് ദൈവത്തിന് മാത്രമാണ്. ദൈവത്തിൻ്റെ നിത്യത എന്നത് സമയരാഹിത്യമല്ല, മറിച്ച് സമയത്തിൻ്റെ പൂർണ്ണതയാണ്. സമയത്തെ ദൈവത്തിൻ്റെ ദാനമെന്ന നിലയിലാണ് മനുഷ്യൻ ഏറ്റുവാങ്ങിയിരിക്കുന്നത്. ബൈബിളിലെ സമയം കൈറോസ്, അനുദിനം പുതുമയുള്ളതാണ്. മുന്തിരിത്തോട്ടത്തിലെ ജോലിക്കുള്ള സമയം ഇന്ന് ഇപ്പോൾ ആണ്. രണ്ടാമൻ പിന്നീട് പശ്ചാത്തപിച്ച് മുന്തിരിത്തോട്ടത്തിലെ ജോലിക്കായി പോയി. അനുതാപവും പശ്ചാത്താപവും നമ്മളിൽ പുതിയ മനുഷ്യനെ ജനിപ്പിക്കുന്നു, നമ്മെ ദൈവമക്കളാക്കി ഉയർത്തുന്നു. ദൈവിക രഹസ്യങ്ങൾ
മറഞ്ഞിരിക്കുന്ന മുന്തിരിത്തോട്ടത്തിലെ വ്യാപാരത്തിന് അനുതാപവും പശ്ചാത്താപവും പാപമോചനവും അത്യന്താപേക്ഷിതമാണ്. കഠിന ഹൃദയർ പുറന്തള്ളപ്പെടും. യേശു വീണ്ടും ഒരു ചോദ്യം ചുറ്റിനും കൂടിയവരുടെ വിചിന്തനത്തിനായി നൽകി. ഈ രണ്ടുപേരിൽ ആരാണ് പിതാവിന് ഇഷ്ടം നിറവേറ്റിയത്? അവർ പറഞ്ഞു, രണ്ടാമൻ. അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠമാണ്. യേശു ചുറ്റിനും നിന്നവരോടായി പ്രവാചക ധീരതയോടെ പറഞ്ഞു, എന്നെയും നിങ്ങളെയും നോക്കി പറഞ്ഞു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ചുങ്കക്കാരും വേശ്യകളുമായിരിക്കും നിങ്ങൾക്ക് മുൻപേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. പ്രവൃത്തിയില്ലാത്ത വിശ്വാസത്തെ നോക്കി, ജീവിതമില്ലാത്ത ക്രിസ്തീയതയെ നോക്കി, സാക്ഷ്യമില്ലാത്ത ദൈവ ശുശ്രൂഷയെ നോക്കിയുള്ള ക്രിസ്തുനാഥൻ്റെ പരിദേവനമാണിത്. ചങ്കിൽ തറക്കേണ്ടുന്ന ഇരുതലവാൾ. ക്രിസ്തീയ സാക്ഷ്യമില്ലാത്ത കെട്ടുപണികളും അലങ്കാരങ്ങളും പ്രച്ഛന്ന വേഷങ്ങളും മുഴക്കങ്ങളുമായി ക്രിസ്തീയത മാറാൻ അനുവദിക്കരുത്. സ്വർഗരാജ്യം തങ്ങളുടെ സ്വന്തമെന്ന് കരുതിയിരുന്ന യഹൂദർക്ക് നേരെയുള്ള ഗുരുതരമായ വിധി തീർപ്പാണിത്. ക്രിസ്ത്യാനി എന്ന് പേര് വിളിക്കപ്പെടുകയും ക്രിസ്തീയ സാക്ഷ്യം അന്യം നിൽക്കുകയും ചെയ്യുന്ന എനിക്കും നിങ്ങൾക്കും നേരെയുള്ള ഗൗരവാവഹമായ വിധി തീർപ്പാണിത്. നിർബന്ധിത പിരിവ് നടത്തിയിരുന്ന ചുങ്കക്കാർ യഹൂദരായിരുന്നെങ്കിലും ജനം വെറുത്തിരുന്നു. സക്കേവൂസ് എന്ന ചുങ്കക്കാരൻ കാലവിളംബം വരുത്താതെ യേശുവിനെ കണ്ട മാത്രയിൽ മാനസാന്തരപ്പെട്ട് ക്രിസ്തു ശിഷ്യനായി. മത്തായി എന്ന ചുങ്കക്കാരൻ യേശുവിനെ ശ്രവിച്ച മാത്രയിൽ എല്ലാം ഉപേക്ഷിച്ച് യേശു ശിഷ്യനായി. മെസപ്പൊട്ടോമിയൻ കനാന്യ സംസ്കാരത്തിലും ദേവദാസ്യ സമ്പ്രദായത്തിലും പുതുവത്സര ആഘോഷങ്ങളിലും നടന്നിരുന്ന അധാർമിക പ്രവൃത്തിയായിരുന്നു വേശ്യാവൃത്തി. കാനാന്യ പട്ടണമായ ജെറീക്കോയിലും ഇസ്രായേലിലെ സാഡും വേശ്യാവൃത്തി ഉണ്ടായിരുന്നു. പ്രധാന പുരോഹിതൻ വേശ്യയെ വിവാഹം ചെയ്യരുതെന്ന് വിലക്ക് ലേവിയ പുസ്തകത്തിലുണ്ട്. യുവാക്കൾ വേശ്യകളാൽ വശീകരിക്കപ്പെടരുതെന്ന് വിജ്ഞാന ഗ്രന്ഥങ്ങൾ മുന്നറിയിപ്പ് നൽകുന്നു. വേശ്യാവൃത്തി ഒരു തൊഴിലായി സ്വീകരിച്ചവളെ പോലെ താമാർ പെരുമാറുന്നെങ്കിലും താമാർ ഒരു പരിശുദ്ധയായ സ്ത്രീയാണ്. ആസായുടെയും യഹോഷാഫാത്തിൻ്റെയും കാലത്ത് ആൺവേശികളെ ദേശത്തു നിന്നും മാറ്റിയിരുന്നു. ജോസിയായുടെ കാലത്ത് ജെറുസലേം ദേവാലയത്തിലെ പുരുഷവേശികളെ നിർമാർജനം ചെയ്തിരുന്നു. ഇസ്രായേൽ ജനം യഹോവയോട് കാണിക്കുന്ന അവിശ്വസ്തതയെ സൂചിപ്പിക്കാൻ വേശ്യാവൃത്തി എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. ഇസ്രായേലും ദൈവവും തമ്മിലുള്ള സ്നേഹത്തിൻ്റെ ഐക്യത്തിനും വിവാഹ ഉടമ്പടിക്കും ഘടകവിരുദ്ധമായ പ്രവൃത്തിയായി വ്യഭിചാരത്തെ വിവക്ഷിച്ചിരുന്നു. അസീറിയയിലെ രാജകീയ നഗരമായ നിനിവയെയും നാഹും പ്രവാചകൻ വേശ്യ എന്ന് വിളിക്കുന്നുണ്ട്. യെശയ്യാ പ്രവാചകൻ ടൈറിനെ വേശ്യ എന്ന് വിളിക്കുന്നു. ബാബിലോൺ നഗരം മഹാവേശ്യയായി ചിത്രീകരിക്കപ്പെട്ടിരുന്നു. വേശ്യാവൃത്തിക്കെതിരെയുള്ള മുന്നറിയിപ്പാണ് പൗലോസിൻ്റെ വാക്കുകളായ ഓരോ ക്രിസ്ത്യാനിയും ക്രിസ്തുവിൻ്റെ ശരീരത്തിലെ അംഗവും പരിശുദ്ധാത്മാവിൻ്റെ ആലയവുമാണ് എന്ന തിരുവചനം. ഇത്തരത്തിലുള്ള കൊടും പാതകികൾ പോലും അന്നും ഇന്നും ദൈവവചനം ശ്രവിച്ച് അനുതാപത്തിൻ്റെയും പശ്ചാത്താപത്തിൻ്റെയും പാപമോചനത്തിൻ്റെയും ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നു. അവരുടേതാണ് സ്വർഗരാജ്യം. യേശുവിനെ ചോദ്യം ചെയ്യുകയും തിരസ്കരിക്കുകയും ചെയ്യുന്ന ഫരീസയരും നിയമജ്ഞരും സ്നാപകയോഹന്നാനിൽ വിശ്വസിക്കാത്തവരാണ്.
യോഹന്നാനിൽ നിന്ന് സ്നാനമേൽക്കാൻ ഇവർ പോയി. എന്നാൽ മാനസാന്തരത്തിന് യോജിച്ച ഫലം പുറപ്പെടുവിക്കുന്നില്ല. യോഹന്നാനിൽ നിന്ന് സ്നാനം സ്വീകരിക്കുവാൻ വന്ന ചുങ്കക്കാരും പാപികളും അവനോട് ചോദിച്ചു, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന്, തങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. ലൂക്കായുടെ സുവിശേഷം 3-ാം അധ്യായം 12-ാം തിരുവചനം. നീതിയുടെ മാർഗത്തിലൂടെ ജനത്തെ സമീപിച്ച യോഹന്നാനെ ഫരീസയരും നിയമജ്ഞരും വിശ്വസിച്ചില്ല. എന്നാൽ ചുങ്കക്കാരും വേശ്യകളും സ്നാപയോഹന്നാനിൽ വിശ്വസിച്ചു. യേശു യോഹന്നാനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ യോഹന്നാൻ്റെ ജ്ഞാനം സ്വീകരിച്ച സാധാരണക്കാരും ചുങ്കക്കാരും ദൈവനീതിയെ പ്രഘോഷിച്ചു. ഫരീസയരും നിയമജ്ഞരും യോഹന്നാൻ്റെ ജ്ഞാനം സ്വീകരിച്ചിട്ടും തങ്ങളെക്കുറിച്ചുള്ള ദൈവഹിതം നിരസിച്ചു. ദൈവപിതാവിൻ്റെ 2 മക്കളാണ് യഥാർത്ഥത്തിൽ ഫരീസയരും നിയമജ്ഞരും, രണ്ടാമതായി ചുങ്കക്കാരും വേശ്യകളും. ഒന്നാമൻ ജ്ഞാനം സ്വീകരിച്ചു, ശ്രവിച്ചു, മാനസാന്തരത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുകയോ വിശ്വസിക്കുകയോ ചെയ്തില്ല. രണ്ടാമൻ ജ്ഞാനം ശ്രവിച്ചു, ക്രമേണ വിശ്വാസത്തിലേക്കും മാനസാന്തരത്തിലേക്കും സത്ഫലങ്ങളിലേക്കും അടുത്തു വന്നു. അവരുടേതാണ് സ്വർഗരാജ്യം. യഹൂദ മത നേതൃത്വത്തെ പോലെ ആകാതെ ദൈവഹിതം നിറവേറ്റുന്നതിൽ ജാഗ്രത പുലർത്തണമെന്നും മാനസാന്തരത്തിൻ്റെ സത്ഫലങ്ങൾ പുറപ്പെടുവിച്ച് സ്വർഗരാജ്യം അവകാശപ്പെടുത്തണമെന്നുമുള്ള ദൂതാണ് ഇന്നത്തെ വിചിന്തനം നമുക്ക് നൽകുന്നത്. മനുഷ്യാവതാരം ചെയ്ത യേശു ക്രിസ്തുവിനെ പരിശുദ്ധിയിൽ വളർത്തിയ പരിശുദ്ധ മറിയം സ്വർഗാരോപണത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ നാളുകളിൽ നമ്മളെയും വിശുദ്ധിയിൽ വഴി നടത്തട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ആമീൻ.